ടി വിയെ പറ്റി MRC എന്താണെന്ന് പറയുന്നുണ്ടെന്ന്. താല്പര്യമില്ലാത്ത കേസാണ് അതൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ബ്രോ. മറ്റേ ഓരോരുത്തന്മാരെ പോലെ എനിക്ക് ഈ ആൾക്കാരുടെ മുമ്പിൽ വരുമ്പോൾ മാത്രം നമ്മൾ TV ആയിട്ട് സിറ്റുവേഷൻ എടുക്കത്തില്ല, ഇതാക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുണ്ണയല്ല ഞാൻ. അറ്റ്ലീസ്റ്റ് നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ള ഒരു ധൈര്യമെങ്കിലും ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ. അതായത് നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നു. നമ്മൾ സിറ്റുവേഷൻ ഇത് നന്നായിട്ട് പോത്തില്ല, ഇത് അങ്ങനെ പോത്തുള്ളൂ എന്ന് പറയാൻ ആണത്തവും ഇതെങ്കിലും ഉള്ള ഒരുത്തനാണ് ഞാൻ. അല്ലാതെ പുറകിൽ നിന്നിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഫ്രണ്ട്ലി ഒന്നും ബാക്കിൽ ലൈവ് ഓഫ് ആകുമ്പോൾ കണ്ട അച്ചിപ്പട്ടികളുടെ ഒക്കെ കൂടെ പോയിരുന്നു നമ്മളെ കുണ്ണയെന്ന് വിളിക്കുന്നതിനൊക്കെ റെസ്പെക്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതിനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇമാതിരി വർത്ത ഡയലോഗും വെച്ചോട്ട് സിറ്റിക്കകത്തോട്ട് വന്ന് അടിച്ച് കയറ്റി തരുകയും ചെയ്യും. കോൺഫിഡൻറ്റോടെ തന്നെ പറയുക, മനസ്സിലായോ? അതിൽ കൂടുതൽ വേറെ ഡയലോഗൊന്നുമില്ല. ബാക്കിയൊക്കെ സിറ്റിക്കകത്ത്. നല്ല ഡിലേ ഉണ്ട്. നല്ല ഡിലേ ഉണ്ടോ? നല്ല ഡിലേ ഉണ്ട്. ഇതെന്താ ഈ ഡിലേ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഡിലേ ഉണ്ടോ? സ്പാം ചെയ്തോണ്ടിരിക്കുന്ന ഡിലേ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇല്ലെന്നും പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ എന്ത് പറയാനാണ്? 2 സെക്കൻഡ് ഡിലേ ഉണ്ട്. ഗൈസ് ഒരു സെക്കൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. ഒരു മിനിറ്റ്. എനിക്ക് സൗണ്ടേ 2 സെക്കൻഡ് ഡിലേ ഉണ്ട്. യെസ്, ഡിലേ ഉള്ളവർ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുമോ? ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ശരിയാവും. റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ ഒന്ന് സെറ്റ് ആവാമെന്ന് തോന്നുന്നു. അല്ല അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞ കേസ് എന്താ ഞാനിങ്ങനെ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ഓരോന്ന് പറയുമ്പോൾ ഈഗിൾ എക്സ്പോസ്ഡ് 1000 ടൈം എക്സ്പോസ്ഡ്. എടാ അണ്ടി, നിന്നോടത്തൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്കിത് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കണ്ട നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കൊളവാണങ്ങളെല്ലാം കൂടെ പിടിച്ചെടുത്ത് ഒരു സാധനത്തിനകത്ത് വെച്ചിട്ട് ഞങ്ങൾ അവളെ കാണുമ്പോൾ MRC എന്നുള്ള പേരുണ്ടെന്ന് പറഞ്ഞ് ചിരിച്ചു കാണിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഇരിക്കും? എനിക്ക് സൗകര്യമില്ലടാ, എനിക്ക് സൗകര്യമില്ല. എനിക്കതിന് സൗകര്യമില്ല. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ട് റെസ്പെക്ട് ചെയ്യാൻ മേടിക്കാൻ പറ്റുമോ? ഞാൻ ഇവനെയൊക്കെ കാണുമ്പോൾ എണ്ണീറ്റിരിക്കണോ സിറ്റിക്കകത്ത്? നിനക്കൊക്കെ എന്നെ കൊണ്ട് അങ്ങനെ മേടിപ്പിക്കാൻ പറ്റുമെങ്കിൽ നീ എന്നെ ഒന്ന് മേടിപ്പിച്ച് കാണിയില്ലേ? കണ്ട അച്ചിയും മടകോടനെയും അണ്ടിപ്പട്ടിയും എല്ലാം പിടിച്ചുകൊണ്ട് വന്ന് ഗ്യാങ്ങിനകത്ത് ഇരുത്തിയിട്ട് അമ്മമാർക്ക് തലയുടെ പേരിൽ MRC എന്ന് പേരിട്ട് കൊടുത്തിട്ട് എനിക്ക് പ്രശ്നമുള്ളവന്മാരെ എനിക്ക് പ്രശ്നമില്ലെന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് ഞാൻ അവരുടെ മുമ്പിൽ പോയി ചിരിച്ചു കാണിച്ചുകൊണ്ടിരിക്കണോ? എനിക്ക് പറ്റത്തില്ല, ബുദ്ധിമുട്ടുണ്ട്. നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ദിവസമായിട്ട് ഭീഷണിയുടെ കേട്ട് ഞാനങ്ങ് ഇതാക്കുക. MRC പറഞ്ഞ എന്തോ തലയൊക്കെ അങ്ങ് അറന്ന് വീണ് മറ്റേ റോഡിൽ ചോര വലിപ്പിച്ച് കിടക്കുമെന്നൊക്കെയാണ് പറയണത്. പോളാ കൊച്ചു പിള്ളേരെ ഇറങ്ങി നിന്റെ വല്ല പണിക്കും പോയി നോക്ക്. നിന്നെയൊക്കെ ഇമ്പ്രസ് ചെയ്തിട്ട് വേണമല്ലോ എനിക്കിവിടെ ജീവിക്കാൻ. പിന്നെ നിന്റെയൊക്കെ ഭയങ്കര പറച്ചിലുണ്ട്. നീയൊക്കെ മറ്റേ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിക്കാൻ നമുക്ക് വേറെ വകുപ്പൊന്നുമില്ല. എന്തായാലും നിന്റെയൊക്കെ കൂടെ സ്കൂളിൽ പോകാത്തവനും പഠിക്കാൻ പോകാത്തവനും അല്ല ഞാൻ. എന്തായാലും മനസ്സിലായോ? അതെന്തായാലും അല്ല ഞാൻ. കുറെ ദിവസമായി ഞാനിത് കേൾക്കണ ഗൈസ്. ഞാൻ നിങ്ങളുടെ തന്നെ പറഞ്ഞില്ലേ ഗൈസ്, നമുക്ക് ഇതിനകത്ത് കുറച്ച് ആൾക്കാരെ നമ്മൾ ഇതിനു മുമ്പ് വളരെ ഇഷ്യൂസ് ആയതുകൊണ്ട് നമുക്ക് അവരുമായിട്ടൊന്നും ചിരിച്ച് ഇതായിട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നേരത്തെ നമ്മളിത് ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എന്നുള്ള രീതിയിൽ പോകത്തില്ല എന്ന് പറയണത്. അത് മനസ്സിലാവുന്നില്ല ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയാനാ? പിന്നെ ഓരോ ദിവസവും വന്ന് നമ്മളെ RP ചെയ്യുമ്പോഴും ഇതേപ്പറ്റി മിണ്ടിയില്ലേലും സംസാരിച്ചില്ലേലും എല്ലായിടത്തും എന്നെ വലിച്ചിടുക, അത് വലിച്ചിടുക, ഇത് വലിച്ചിടുക, ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇത് പറയാനുള്ള കാരണം പറയാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് വെളിയിലിരുന്നപ്പം അലീനയുടെ അക്കൗണ്ടിൽ ഒരുത്തൻ കൊച്ചുപയ്യൻ എന്തൊക്കെ പറഞ്ഞു ഒരു കൊച്ചുമുണ്ട വന്നൊരു മെസ്സേജ് അയക്കണ്. ഞാൻ എന്നിട്ട് ഫോൺ മേടിച്ചിട്ട് ഞാൻ തള്ളക്കി വിളിച്ചവന്റെ. ഞാൻ ആ ഫോൺ മേടിച്ചിട്ട് ഞാൻ അവന്റെ തള്ളക്കി വിളിച്ചപ്പോൾ അവനോട് ചോദിക്കുക നീ ആരാടാന്ന്. ഞാൻ പറഞ്ഞ സിറ്റിയിലെ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് നീ സംസാരിക്കാൻ വന്ന നീ ഏതാ വാണെന്ന് പറഞ്ഞാൽ അവനെ വീഡിയോ കോൾ 100 വട്ടം ചെയ്തിട്ട് അവൻ ഫോൺ എടുത്തില്ല, എന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയി. ചില്ലറ സൂക്കേടല്ലേ ഇവന്മാർക്ക്? കുറച്ച് ദിവസമായിട്ട് നമ്മളെന്തോ ഇവർക്ക് ഒന്നാമത്തെ കാര്യം കേസ്, ഇവർക്ക് സിറ്റിയിലെ നിയമവും സിറ്റിയിലെ കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഉണ്ടായിരുന്ന വേറെ കുറച്ച് പുതിയ അണ്ണന്മാരുണ്ടല്ലോ. എടാ നമ്മൾ MRC ആണെന്ന് അവർക്ക് മനസ്സിലാക്കണം. പക്ഷെ അന്നിട്ട് അവനിരുന്ന് പറയും അത് TV ആണെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? നമുക്ക് TVയിലുള്ള എല്ലാവരും അറിയുമോ? അതുപോലെ ഞങ്ങൾക്കും അറിയത്തില്ല. നീയൊക്കെ ഏതാ? നീയൊക്കെ 2 മാസം മുമ്പ് കയറി വന്ന് നിന്നെയൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിന്റെ സൗണ്ട് കേട്ടാ ഞാൻ MRC എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കണോ?
ബ്രോ ആണെ പറയണം, വാതുറന്ന് പറയണം MRC ആണെന്ന് നീ. അങ്ങനെ ആണെങ്കിൽ ചിലപ്പോ പിന്നെ ഞങ്ങൾ സിറ്റുവേഷൻ എടുക്കാതെ മാറിയെന്ന് അല്ലെങ്കിൽ വരും. അല്ലാതെ നിന്നെ കാണുമ്പോ കുനിഞ്ഞിരുന്ന് ഇതാക്കാൻ പറ്റത്തില്ല, മനസ്സിലായ? A-ക്ലാസ് അമ്പി നിന്നെ അങ്ങനെ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ, അമ്പി. അത് നിനക്കുള്ള പേര് അതാണത്. ഇനിയുള്ള നിനക്ക് അങ്ങനെ ഈ സിറ്റുവേഷൻ വന്നാൽ നിന്നെ അങ്ങനെ വിളിക്കുകയുള്ളൂ. അല്ല ഗൈസ്, കുറച്ച് ദിവസമായി ഞാനിത് മിണ്ടണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നേരം ഇങ്ങനെ കുറെ ദിവസമായിട്ട് നമ്മളെ ഒരുമാതിരി ഇതാക്കണേ. ഞാനിപ്പോ ഇത്രയും നാളത് പറഞ്ഞില്ലായിരുന്നു, എനിക്ക് ഒരു ഇതുമില്ല. എടാ, നിന്റെയൊക്കെ കൂട്ടത്തിൽ ഒരുത്തൻ ഇതിന് മുകളിൽ ചെയ്ത് കാണിക്കുമ്പോൾ എൻ്റെ അടുത്ത് കോമ്പറ്റീഷൻ ഒന്നും, നീയൊക്കെ വന്നതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരുത്തൻ ഇതുവരെ ചെയ്ത് കാണിക്കാൻ എന്തായാലും അവിടുന്ന് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ ഉണ്ടായി നീയൊക്കെ ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഞാനത് ഈ പറയണത് പോലെ അക്സെപ്റ്റ് ചെയ്യാം. അതുവരെ അങ്ങനെ എന്തായാലും ഒരുത്തൻ അതിനകത്തില്ല. അങ്ങനെ ഒരുത്തൻ ഇല്ലാത്തടത്തോളം കാലം നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ഇത്രയും ദിവസം വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഇതായിട്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചില ആൾക്കാർ ലൈവ് വന്നിട്ട് പറയണത് TVAക്കും KVAക്കും ഫ്രണ്ട്ലി ആയി ബിഹേവ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ഓഡിയൻസ് പോയതെന്ന്. ഞാൻ പറഞ്ഞു ബ്രോ ഫ്രണ്ട്ലി ആവാൻ. ഞാൻ നിങ്ങൾക്ക് ഇതല്ലേ ആദ്യം തൊട്ട് പറയണേ, ഞങ്ങളോട് ഫ്രണ്ട്ലി ആവണ്ട ബ്രോ, ഫ്രണ്ട്ലി ആവണ്ട. ഞാൻ ഇതല്ലേ ബ്രോയുടെ അടുത്തൊക്കെ ആദ്യമേ തൊട്ട് പറഞ്ഞേ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് TVAക്കും KVAക്കും ഫ്രണ്ട്ലി ഗ്യാങ് ആയതുകൊണ്ടാണ് അവര് കുറെ സിറ്റുവേഷൻസ് സോൾവ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഓഡിയൻസ് പോയെന്ന്. എന്നാ പറയൊക്കെയാണ് പറയണേ ബ്രോ, എന്തൊക്കെയാ പറയണേ എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞോ, നിങ്ങളുടെ അടുത്ത് ഞങ്ങളുമായിട്ട് ഫ്രണ്ട്ലി ആവാൻ? ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞപ്പോ നിനക്കൊക്കെ പുച്ഛമായിരുന്നല്ലോ. അന്നേരം എന്താ നീയൊക്കെ പറഞ്ഞ അന്നേരം അയ്യോ അത് ഈഗിളിന് ഫ്രണ്ട്ലി ആവാൻ താല്പര്യമില്ല. ഇതിന്റെ അപ്പുറത്ത് വേഴ്സ് ആവും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അന്ന് തൊട്ടേ ഒരു അടി പ്രതീക്ഷിച്ച ആൾക്കാർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു. ഒരടി പ്രതീക്ഷിച്ച് വന്നാലും ഓക്കെ അടിയായി എന്നുള്ളൊരു രീതി, അത് മതിയായിരുന്നു. അതിന് പകരം ഫ്രണ്ടാണ്, അണ്ടിയാണ്, ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അവര് പോവും. പകലാവുമ്പോ അതിനകത്ത് നമ്മളോട് പ്രശ്നമുള്ള കുണ്ണകളല്ല അവിടെ ഉച്ചയാകുമ്പോഴത്തേന് ചൊറിച്ചിൽ തുടങ്ങും. ഇവനേതോ ബ്രോ പേരെന്താ, ഇവിടെ സാമാനുണ്ട്, സാമാനത്തിൽ അറ്റം ചെത്തിയിട്ടുണ്ടോ, ചെത്താത്തതുണ്ടോ, അതുണ്ടോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ MRCയിലുള്ളത്, നിങ്ങളാര്? ഇതാണ് ഇത് ഞങ്ങൾക്ക് എത്ര ദിവസം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റും? അല്ല, ഇത് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബ്രോ, ഇത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, സീരിയസ് ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുറെ ദിവസമായി ഇത് ഞാൻ. നിങ്ങൾക്ക് TVയിലെ മെമ്പേഴ്സിനെ അറിയത്തില്ലെങ്കിൽ തിരിച്ച് അതിനകത്തുള്ളവർക്കും നിങ്ങളിലുള്ള പുതിയ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന ആൾക്കാരും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ സംസാരം ആകുമ്പോൾ പേരെന്താന്ന് ചോദിച്ചാൽ പേര് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും TV ആണ് MRC ആണെന്ന് പറഞ്ഞ് മ്യൂച്വലി പോവുക. 2 മെമ്പേഴ്സ് റെഡി ആണെങ്കിലേ അതങ്ങനെ നിൽക്കത്തുള്ളൂ. അല്ലാതെ കുറച്ച് പേര് മാത്രം വന്നിട്ട് മറ്റേ ഇത് പറഞ്ഞിട്ട് കുറച്ച് പേര് അമ്പി കളിക്കുന്നതിൽ ഒരു കാര്യമില്ല, മനസ്സിലായോ? ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ദിവസം ഇത് പറയാതിരുന്ന് ഇവന്മാർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ MRC ആൾക്കാർ നമ്മുടെ തല വെട്ടിക്കളയും, മറ്റേ ഇതാക്കി കളയും. എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. നിന്റെയൊക്കെ അണ്ണം പറഞ്ഞതുപോലെ ദൈവം തമ്പുരാനെ അല്ലാതെ എനിക്ക് വേറൊരുത്തരെയും പേടിയില്ല. അതിന് നിന്റെ ഏതൊക്കെ കൊലകൊമ്പനാണെങ്കിലും എനിക്ക് ഒരുത്തരെയും പേടിയില്ല. പറയാനുള്ള കാര്യം മുഖത്തോക്കി പറയും. ഇത്രയും ദിവസം ഞാൻ റെസ്പെക്ട് കൊടുക്കേണ്ട എല്ലാവർക്കും റെസ്പെക്ട് കൊടുത്ത് എന്റെ ചാറ്റിൽ പോലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് ആർപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് ബ്രോ നമ്മുടെ ചാറ്റിൽ ഒരു മോശമായ വാക്ക് പോലും പറയാൻ പാടില്ല എന്ന്. എന്നാലും ഷമീർ വന്നാലും ഷെയ്ഖ് വന്നാലും മാക്ക് വന്നാലും ആര് വന്നാലും ഞാൻ അവരെയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്റെ ലൈവ്. ഇത് ചിലപ്പോൾ റീലൊക്കെ ഓരോരുത്തന്മാർ കട്ട് ചെയ്ത് ക്ലിപ്പാക്കിയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു പണിക്കും പോവാത്ത, സ്കൂളിൽ പോലും പോവാത്തവന്മാരിരുന്ന് കമന്റ് ഇട്ട് മെഴുകുമായിരിക്കും. എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല അത്. പക്ഷെ എനിക്കറിയാം, നമ്മുടെ ഓഡിയൻസിന് അറിയാം, അതുപോലെ അതിനകത്തുനിന്ന് കുറച്ച് ഓഡിയൻസിന് അറിയാം, അതിനകത്തുനിന്ന് ലൈവ് കാണാൻ വന്ന കുറച്ച് ഓഡിയൻസിന് അറിയാം. ഇവരൊക്കെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഇവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന്, നമ്മൾ ഇവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, നമ്മൾ എങ്ങനെയാണ് ആർപ്പ് കളിക്കുന്നത്. ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഞാനിവിടെ ഒരു 12,000-13,000 വാച്ചിങ്ങിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് ഞാൻ അടുത്ത ദിവസം പോയി കാണും കേട്ടോ ഇവരുടെയൊക്കെ ആർപിയിൽ നമ്മുടെ റെസ്പോൺസ് ഓഡിയൻസിന്റെ ഒക്കെ എങ്ങനെയാണെന്ന്. അവൻ എന്നെ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് ഞാൻ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ഉടനെ MRCയുടെ ഓഡിയൻസിനെ വേണം പുള്ളിക്ക്, അതാണ് പുള്ളി വിളിച്ചതെന്ന്. ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കണം, ഇത് ആരെ ശരിക്കും എന്നെ ഫോൺ വിളിച്ചേ? ഞാനാണോ ഫോൺ വിളിച്ചത്, അവനാണോ ഫോൺ വിളിച്ചേ? മതിയാണ്. ഇല്ല ബ്രോ, ഇല്ല, ഇത് പറയണം. ഞാൻ ഇത്രയും ദിവസം ഇതിനകത്ത് ട്രിഗറായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇത്രയും ദിവസം ഞാനല്ലേ ഗൈസ് വേണ്ട എന്ന് പറഞ്ഞു വിട്ടോണ്ടിരിക്കണേ. 3 ദിവസമായിട്ട് നമ്മുടെ വണ്ടൊക്കെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. TVയും KVയും കാരണമാണ് ഞങ്ങളുടെ ഓഡിയൻസ് പോയത്. ബ്രോ, നിങ്ങളുടെ ഓഡിയൻസ് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പിടിപ്പുകേടാ. അത് ഞാൻ പറയാം. ഈ എത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെമ്പേഴ്സിന് എടുത്ത് പറഞ്ഞു പറ്റിച്ചോണ്ടിരിക്കുന്നത്. നാളെ ഈ മെമ്പേഴ്സ് തന്നെ പോടാ കുണ്ണെ നിന്റെ ഒന്നും ഗ്യാങ് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല, തല്ലുകൊള്ളാൻ വയ്യെന്ന് പറഞ്ഞാൽ അവന്മാരിറങ്ങി പോകും. അതുകൊണ്ടല്ലേ നിന്റെ അടുത്തൊക്കെ ഞാൻ അന്ന് പറഞ്ഞു എന്നെ അണ്ണാന്ന് പോലും വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ കൂടുതലൊന്നും പറയത്തില്ല. ബാക്കിയൊക്കെ നിനക്കൊക്കെ ഇനി ഫേക്ക് ആയിട്ട് നിൽക്കുന്നവരെ വിശ്വസിക്കാം.
ഞാൻ എൻ്റെ സ്ഥാനം പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്തു. ഇതാക്കി. ഞാൻ മാക്കിനോടൊക്കെ പറഞ്ഞത് എന്നെ അണ്ണാന്ന് പോലും വിളിക്കണ്ട, അത് കുറച്ച് ആൾക്കാർക്ക് മറ്റേ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്ന് ഞാൻ ഒരു വട്ടം ഷമീറിന്റെ കാര്യത്തിൽ LWന്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞായിരുന്നു, അത് അവന്റെ കാര്യത്തിലാണ്. അപ്പോഴത്തേക്കിന് തൊപ്പി എന്നെ ലൈവിൽ അവരാധിച്ച് ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ ഞാൻ അന്ന് വിചാരിച്ച് ഞാനിത് പേടിച്ചങ്ങ് നിർത്തുന്നത്. ഞാൻ ഇനി ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാം. RPയെ പറ്റി ഒരു കുണ്ണെ അറിയാത്ത LW മാത്രം സ്പാം ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ഐഡികളാണ്. നീയൊക്കെ ആദ്യം എന്തെങ്കിലും ഒരു RP എന്താ, റൂൾ എന്താ, അതെന്താന്ന് മര്യാദക്ക് എന്തെങ്കിലും പഠിക്കും, എന്നിട്ട് കുണയ്ക്കാൻ വാ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വേറെ ചുമ്മാ ഇരുന്ന് ഇത്രയും ദിവസമായിട്ട് തമ്മി തല്ലിക്കാൻ നോക്കല്ലാതെ നിന്നെ കൊണ്ടൊന്നും ഒരു കുണ്ണയ്ക്കും കൊള്ളത്തില്ല. മനസ്സിലായ? തല്ലുള്ളികളാ, അത് പറയാതിരിക്കാൻ വയ്യ. ആദ്യം എന്തെങ്കിലും പോയി ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ആകാൻ നോക്ക്. ഒന്നുമില്ലെങ്കിൽ നിന്റെ ഒന്നും കൂട്ട്, നിന്റെ ഗ്യാങ്ങിലുള്ള രണ്ടുപേര് തമ്മിൽ ഒരുത്തൻ പകല് ലൈവ് ഇട്ടിട്ട് പറയും എന്റെ ലീഡർ പ്രശ്നമാണ്, അടുത്ത ലീഡർ രാത്രി വന്നിട്ട് പറയും എന്റെ ലീഡർ പ്രശ്നമാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ഈ അപ്പിയൊക്കെ വെച്ചിട്ട് TV കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കണോ? അണ്ടി കേക്ക് ഞാൻ പറയാതിരിക്കാൻ വയ്യ. നിന്റെയൊക്കെ കുറെ ദിവസമായിട്ട് ഞാൻ കോൺട്രവേഴ്സി അണ്ടി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് മിണ്ടാതെ മാറി നിന്നപ്പം നിനക്കൊക്കെ മറ്റേ തല കയറിയാണ് മൂടി വെട്ടണോ? നിന്റെയൊക്കെ കഴിവേടനാണ് നിന്റെയൊക്കെ അത് വണ്ടി പോയത്, അല്ലാതെ നമ്മുടെ അല്ല. എല്ലാം കൂടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ തലയിലോട്ട് വെച്ചു തന്നു. ഞാനൊന്നും മിണ്ടിയില്ലേ പോലും കൈസ്. ഞാൻ എത്ര ദിവസമായിട്ട് എന്റെ RP ആയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇതായിട്ട് പോവാ, എത്ര ദിവസമായിട്ട് ഞാൻ പോവാ. ഞാൻ ഇതിനകത്തൊന്നും മിണ്ടിയിട്ടില്ല. ഇവന്മാര് ഡേ ടു ഡേ, ഞാനിപ്പോ 3 ദിവസം ഞാൻ ഈ ഗെയിമിനകത്ത് കയറിയില്ല. 3 ദിവസം ഒരു ഇതും ഇല്ലാത്ത കുറച്ച് ഫേക്ക് അക്കൗണ്ട് വാണങ്ങള്, മറ്റേ ക്ലിപ്പ് അപ്ലോഡ് ചെയ്യുന്ന വാണങ്ങൾ, ഇവന്മാര് മാത്രമേ എൻ്റെ അകത്ത് വന്നിട്ട് തെറി വിളിക്കുക, മെസ്സേജ് അയക്കുക. ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി. ആദ്യം പോയി സ്വന്തം ഗ്യാങ്ങിൽ ഞാൻ ഒരു കാര്യം പറയട്ടാ, ആദ്യം സ്വന്തം ഗ്യാങ്ങിലുള്ള അടി തീർക്ക്, എന്നിട്ടല്ലേ TV ആയിട്ടൊക്കെ ഉള്ള അടി തീർക്കണേ. ആദ്യം അത് തീർത്തിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇമാരി വാണങ്ങളുടെ അടുത്തൊന്നും എനിക്ക് എന്റെ ഗ്യാങ്ങിനെ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല, പറയാതിരിക്കാൻ വയ്യല്ലോ. അപ്പൊ ഇത്ര എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഗൈസ്. പറഞ്ഞു, ഞാൻ എന്റെ കാര്യം പറഞ്ഞ്. ഇവന്മാരുടെ അടുത്തൊന്നും മര്യാദയ്ക്ക് നിന്നിട്ട് കാര്യമില്ല ഗൈസ്. മര്യാദയ്ക്ക് പറഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല. ഞാനിത് അന്നേ പറഞ്ഞ ഇത് ഫ്രണ്ട്ലി ആയിട്ട് പോയാൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളൊരു അടി പ്രതീക്ഷിച്ചിരുന്നു. ഈ അടിയിൽ നമുക്ക് അങ്ങ് തീർക്കാം, അല്ലെങ്കിൽ അടി വരുമ്പോൾ അത് അങ്ങ് അത്രയായിട്ട് അങ്ങ് പൊക്കോളൂ. അന്നേരം ആർക്കും പറ്റത്തില്ലായിരുന്നു. അന്നേരം എല്ലാവന്മാർക്കും മറ്റേ നമ്മൾ ഫ്രണ്ട്ലി ആണെന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയണം. ഞങ്ങൾക്ക് പറ്റത്തില്ല ഗൈസ്. ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കുറെ പേരെ ഒരുമിച്ച്, അത് ഓഡിയൻസ്, അത് മനസ്സിലാക്കുള്ള ഓഡിയൻസിന് വിവരമില്ലെന്നാണ് ഞാൻ ആലോചിക്കണേ. പ്ലേയേഴ്സിന്റെ കാര്യം പോട്ടെ, അവന്മാര് ഈ നിങ്ങൾ പെട്ടെന്ന് വന്നപ്പോൾ നിങ്ങളുടെ ഞങ്ങൾ പറയുമല്ലേ, ഞങ്ങൾക്ക് ഒരുപാട് പഴയ തൊട്ടേ നമുക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള വിവരമില്ലെങ്കിൽ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാന്? എടാ നീ ഇവിടെ ഇരുന്ന് കൊട്ടയെന്നും ചട്ടിയെന്നും ഒക്കെ സ്പാം ചെയ്തോടാ. ആണുങ്ങളാകുമ്പോ കൊട്ടയും ചട്ടിയൊക്കെ ഉണ്ടാവും, നിനക്ക് മനസ്സിലായ? അതുകൊണ്ടാണ് ഇവിടെ ഒരു ചെറുക്കൻ ഓടിക്കളിക്കുന്നത്. നിന്റെയൊക്കെ പോലെ എനിക്കെങ്ങനെ മറ്റേ വേണ്ട, ഞാനത് പറഞ്ഞ ചിലപ്പം നിനക്കൊക്കെ ചിലപ്പോൾ വിഷമമാകും. ഓൺലൈനിൽ കുറച്ച് സാധനങ്ങളൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്, അതിനൊക്കെ ആദ്യം നീ ഒരു മറുപടി കൊണ്ട് ആദ്യം ഇതാക്കി നോക്ക്. നിനക്ക് ആണിനെയാണോ പെണ്ണിനാണോ ഇഷ്ടം എന്നുള്ള കാര്യത്തിനൊക്കെ ഒരു തീരുമാനം വരുത്തും. എന്നിട്ട് മതി നിന്റെയൊക്കെ എനിക്ക് കൊട്ടയുണ്ടോ ചട്ടിയുണ്ടോ എന്നൊക്കെ. എനിക്ക് കൊട്ട ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു ചെറുക്കൻ ഓടിക്കളിച്ച് നടക്കണം, മനസ്സിലായ? അത് ആണായോണ്ടാ, അല്ലാതെ നിന്റെയൊക്കെ കൂട്ട് ശിഖണ്ഡി ആയതുകൊണ്ടല്ല, മനസ്സിലായ? നീ എന്നെ ഊമ്പിക്കാൻ വരല്ലേ നീയൊക്കെ. നീ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അല്ല ഇന്നടുത്ത് വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നീ ഒന്നുകൂടെ നോർക്കണം, മനസ്സിലായ? ഓരോ കൊണ്ട് വന്നേക്കുന്നു. എടാ നീയൊക്കെ മറ്റേ ഏതെങ്കിലും ഇവിടെ കൊച്ചു പിള്ളേരുടെ അടുത്ത് പോയി ഇമാതിരി ഭീഷണിയൊക്കെ പറയടാ. ഇമാരുടെ ഇതൊക്കെ പറ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏതെങ്കിലും കൊച്ചു പിള്ളേരുടെ അടുത്ത് പോയി പറ. MRCയുടെ ഓഡിയൻസ് ഒരു 10 പേര് വന്ന് ഹേറ്റ് തരുമെന്ന് പേടിച്ചിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവും, അവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ ഇത് എറിക്കും. എന്നോട് എറിക്കൂല. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. നീയൊക്കെ എന്തൊക്കെ അപരാധം പറഞ്ഞാലും ഞാൻ ഇനി ഇങ്ങനെ നിൽക്കത്തുള്ളൂ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇത് കേൾക്കുക. ചുമ്മാ ഇഷ്യൂ ഉണ്ടാക്കണ്ടായിരുന്നു. ഞാൻ എന്ത് ഇഷ്യൂ ബ്രോ ഇത്രയും ദിവസം ഉണ്ടാക്കിയത്? അല്ല, ഞാൻ ഇത്രയും ദിവസം എന്ത് ഇഷ്യൂ ബ്രോ ഉണ്ടാക്കി ഒന്ന് പറഞ്ഞേ. എന്റെ സൈഡിൽ നിന്ന് ഒരു മോശം ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചത്. ഞാനിപ്പോ എന്തോ ഒരു ഫ്രസ്ട്രേഷനിൽ പുറത്തായിരിക്കും അപ്പൊ ഇത്രയും സംസാരിക്കുന്നത്. എനിക്ക് എന്തോരം ഞാൻ ഇതുവരെ ഫേസ് ചെയ്യേണ്ട വന്നിട്ടായിരിക്കും ഞാനിപ്പോ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഇനി ഇത് പറയാൻ പോവാണേ. കൺവേർട്ടിംഗ് ഗ്യാങ്, എടാ നിനക്കൊക്കെ എന്ത് അടിയും പറയാടാ. കൺവേർട്ടിങ്ങിന്റെ സ്പെല്ലിംഗ് കൂടെ ഒന്ന് പഠിച്ചിട്ട് വാടാ. ഈ കണ്ട നായ്ക്കൊക്കെ വേണ്ടിയിട്ട് കുരയ്ക്കാൻ നടക്കുന്ന സമയത്തെ സ്കൂളിൽ പോയി 4 അക്ഷരം ABCD എന്താണെന്ന് ഒരുമിച്ച്, അല്ലെങ്കിൽ ഒരു വാക്കത്തിൽ എങ്ങനെ കറക്റ്റായിട്ട് എഴുതാമെന്നെങ്കിലും പഠിക്കുക.
അവനൊക്കെ ഇതിനകത്തൊന്നും മറ്റേ ഗൂഗിൾ പേയ്ക്കും അതിനകത്തുനിന്നൊക്കെ പൈസ കിട്ടി അവൻ സന്തോഷമായിട്ടിരിക്കും. അവന് വേണ്ടി കുരയ്ക്കാൻ വരുന്നത് നീയോ? നീ മറ്റേ മലയാള പരീക്ഷയ്ക്ക് തുണയില്ലാത്തവൻ എഴുതുന്നതിന് പകരം തുണിയില്ലാത്തവൻ എഴുതി സാറിനെ കൊടുക്കും. അത് അന്ന് നിന്റെ വീട്ടിൽ അത് കൊണ്ട് കൊടുത്തിട്ട് നിന്റെ വീട്ടുകാരിരുന്ന് മോങ്ങുന്ന കാണേണ്ട വരുമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ആ സമയത്ത് ഈ നാട്ടുകാർക്ക് വേണ്ടി കുരയ്ക്കാൻ പോണ സമയത്ത് സ്കൂളിൽ പോയി 4 അക്ഷരം പഠിക്കടാ കൊച്ചുകുണ്ടേ, പോ ചെല്ല്. അതാണ് ഏറ്റവും നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഞാൻ ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഗൈസ്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗ്യാങ്ങോ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഇതിലൊന്നും ഇടപെടാനും ഞാൻ ഇതിലൊന്നും ഇതാക്കാനും പോകത്തില്ല. ഫോർ എക്സാമ്പിൾ ഡയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഞാൻ ഇവരുടെ അടുത്തൊന്നും പോയി സംസാരിക്കാനോ VCയിലധികം ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും ഞാൻ പോകത്തില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിയിരിക്കത്തേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം MRCയിലെ ഇതൊരു ഇഷ്യൂ ഉണ്ടായെന്ന് അറിഞ്ഞപ്പം അവർ നേരെ വന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ SRR പറഞ്ഞൊരു കാര്യം MRC ആക്കി കൺവേർട്ട് ചെയ്ത് പുള്ളി നേരെ വന്നിട്ട് ലൈവിലിരുന്ന് അവരാതും എല്ലാം പറഞ്ഞ് എനിക്ക് കിട്ടേണ്ട തള്ളക്കുവിളിയെല്ലാം എനിക്കും കിട്ടി. ഞാൻ എന്നിട്ട് ഇവരുടെ കൂടെ VCയിൽ പോയി ഇരുന്നപ്പോൾ പുള്ളി എന്നോട് പറയുക, ഞാൻ വേണമെങ്കിൽ അടുത്ത ദിവസത്തെ ലൈവിൽ മാറ്റി പറയാൻ പറയും, അന്നേരം പറ്റിയതാ. ഞാൻ പറഞ്ഞു ഓക്കെ, അത് എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വെളുപ്പിന് 5 മണി 6 മണി വരെ ഞാൻ ഇവരുടെ കൂടി ഇരുന്ന് സംസാരിച്ച ഒരാളാണ്. അത് ഈ വെളിയിൽ നിന്ന് കാണുന്നവന്മാർക്ക് ഈ കൊട്ടയും ചട്ടിയും ഒക്കെ സ്പാം ചെയ്തുകൊണ്ടിരിക്കാം. അത് എന്താന്ന് പറയട്ടെ, അത് MRC ഓഡിയൻസ് മാത്രമല്ല, നമ്മുടെ ഇന്ന് തല്ല് മേടിച്ചിട്ട് പോയിട്ടുള്ള കുറച്ച് ഗ്യാങ്ങുകളുടെ ഫാൻസ് എന്ന് പറയുന്ന കുറച്ച് ഫാൻ ബോയ്സ് ഉണ്ട്, മനസ്സിലായ? നമ്മുടെ ഇന്ന് റെഗുലർ ആയിട്ട് A ക്ലാസ് തല്ലുകൾ മേടിച്ചു പോയിട്ടുള്ള ഫാൻ ബോയ്സും കൂടെ MRCയുടെ ഈവൻ MRCയുടെ ഫാൻ അല്ലെങ്കിൽ MRCയുടെ കമന്റ് സെക്ഷനിൽ പോയി നമുക്കെതിരെ മുമ്പിത്തരം പറയും, മനസ്സിലായ? അങ്ങനത്തെ ഒരു കൂട്ടം ഓഫ് ആൾക്കാരുണ്ട്. ഇവന്മാർക്ക് എന്ത് വേണേൽ പറയാം. പക്ഷേ ഓഫ്ലൈനിൽ ഞാനിരുന്ന് എൻ്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ കോ ലീഡറിനോടും ഇതിനോടും എല്ലാം ഞാൻ എൻ്റെ കാര്യം രണ്ടുപേരും മാക്കിനോടും ഷെയ്ക്കിനോടും, ഞാൻ ഈ ലീഡറിനെ ഒന്നും അവിടെ കണ്ടിട്ടില്ല, ലീഡറിനെയും കണ്ടിട്ടില്ല, വേറെ ആരെയും ഗോഡ് ഫാദറിനെ ഒന്നും ഞാൻ VC കണ്ടിട്ടില്ല. ഞാൻ വെളുപ്പിന് 6 മണി വരെ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ പോയിരുന്ന് സംസാരിച്ച ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ വെറുതെ നിന്നെയൊക്കെ പോലെ ഓൺലൈനിൽ മാത്രം ടൈപ്പ് ചെയ്തിരിക്കുന്ന എൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാനിത് പറയുന്നത്, മനസ്സിലായ? ഞാൻ അങ്ങനെ പോയി സംസാരിച്ച് എൻ്റെ കാര്യങ്ങൾ അവരുടെ അടുത്തും പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള ഇതും കൊടുത്ത് മ്യൂച്വലി റെസ്പെക്ട് കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ അടുത്ത ദിവസം തൊട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ TVക്കും ഇതിനും വേണ്ടിയിട്ട് നമ്മൾ കുനിഞ്ഞു കൊടുത്തതിൻ്റെയാണ് നമ്മുടെ വ്യൂവർഷിപ്പ് പോകുന്നത്. ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞു ഷെയ്ക്കേ മാക്കേ, എനിക്ക് പേഴ്സണൽ ചാറ്റൊന്നും എടുത്തു വെച്ച് ഇതിനകത്ത് കാണിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ എന്തായാലും നിങ്ങളുടെ ആ കാര്യങ്ങളൊന്നും ഇത് പറഞ്ഞിട്ടില്ല എന്ന് എന്നോട് പറയരുത്. ഞാൻ മാക്കിനെ റിയൽ ലൈഫിൽ ഫോണും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവനെ ഷെയ്ക്കിനെയും ഞാൻ വിളിച്ച് പറഞ്ഞതാണ്, നമുക്കിത് ഫ്രണ്ട്ലി ഗ്യാങ്ങായിട്ട് നടക്കൂല, നമുക്ക് അത് കഴിഞ്ഞിട്ട് മതി അതിന്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഗ്യാങ് അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആദ്യം തൊട്ടേ പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോഴത്തേക്കിന് എന്നെ എല്ലാം കൂടെ ഒരുമാതിരി ഇവര് കയറി വരുന്നതിന്, എടാ നീയൊക്കെ എവിടെ കയറി വന്നെന്നാ അല്ല നിന്റെയൊക്കെ പറച്ചിലേട്ടാ തോന്നും. നീ അങ്ങ് കയറി എന്റെ അങ്ങ് പോയി, നീയൊക്കെ എവിടെ കയറി വന്നെന്നാ? ആദ്യം വാ, ആദ്യം നീ കസേരയിൽ ഇരിക്കുക, എന്നിട്ട് കാല് നീട്ടാം. അന്ന് നീ അങ്ങ് ഭയങ്കര കമ്പാരിസൺ തുടങ്ങിയല്ലോ നീയൊക്കെ അങ്ങ്. ഇല്ല ഞാൻ അഹങ്കാരം കൊണ്ടൊന്നും പറയുമല്ല കേസ്, ഞാൻ അഹങ്കാരമായിട്ടൊന്നും പറയല്ല. അവന്മാരുടെ ഒരു 10 സ്ട്രീമേഴ്സിന്റെ വാച്ചിങ് ഒരുമിച്ച് കൂട്ടിയാലും എന്റെ അത്രയും വരത്തില്ല. ഞാനത് അഹങ്കാരമായിട്ടൊന്നും പറയുമല്ല. ഇവനൊക്കെ ഇങ്ങനെ മറ്റേ ഇവന്റെ വായിന്ന് വർത്താനം കേട്ടത്തോന്നും ഞാൻ 10 വാച്ചിങ്ങിലും അവൻ 20,000 വാച്ചിങ്ങിലും സ്ട്രീം ചെയ്യണത് പോലെയാണ്. അല്ല എന്നെ ഒരുമാതിരി അങ്ങനത്തെ പട്ടിയാക്കിയാണ് ഇവർ സംസാരിക്കണം കുറെ ദിവസമായിട്ട്. ഇവന്മാരുടെ ഓഡിയൻസ് അങ്ങനെ ഒരു വിചാരം കൂടെ ഉണ്ട് ഭയങ്കരമായിട്ട്. നീയൊക്കെ ആദ്യം മോളി വന്നിട്ട് സംസാരിക്ക്, TV-യൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഗ്യാങ് ആക്കി കാണിക്ക്, എന്നിട്ട് മതി ബാക്കിയുള്ള നിന്റെയൊക്കെ താളം മതി കേട്ടോ, മനസ്സിലായോ? ഇനി കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. നിന്റെയൊക്കെ താളം അന്നേരം മതി. TV-യൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. മറ്റേ തല്ലുവള്ളി ഗ്യാങ്ങുകളുടെ ഇന്ന് മറ്റേ പോയി അടിച്ചിട്ട് മത്സരിക്കുമ്പോൾ ബാക്കി ഏത് ഗ്യാങ് വന്നത് ഇന്നലെ T47 എന്ന് തല്ല് മേടിച്ചവനൊക്കെ, എന്നിട്ട് നമ്മളെ ഇരുന്ന് അപരാധിക്കണം നീയൊക്കെ. ഇനി ബ്രോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യം ഇതാക്കുക. നിന്റെയൊക്കെ വ്യൂവേഴ്സ് പോയിട്ടുണ്ടെങ്കിൽ നിന്റെയൊക്കെ കഴിവേടാ. തൊപ്പി 40 to 50K, നിനക്ക് 14K കരഞ്ഞോ? എടാ പുണ്ടച്ചോനെ, എനിക്ക് അണ്ടിക്കകത്തും പറിക്കകത്തും ഒന്നും നൂഡിൽസ് വാരിയിടണ്ട. എനിക്ക് എൻ്റെ സാമാനം വെളിയിലിട്ട് കൊട്ടയാട്ടി നടക്കേണ്ട ആവശ്യം എനിക്കില്ല ഒരു വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ അല്ലാതെ ഗെയിംസാണ് സ്ട്രീം ചെയ്യണേ, അല്ലാതെ നൂഡിൽസിനകത്ത് കുണ്ണ വണ്ടി വാരി ഇട്ടിട്ടും നൂഡിൽസ് അണ്ടിക്കകത്ത് വാരി ഇട്ടിട്ടും വായിക്കകത്തും മറ്റേ പറയേറ്റി വെച്ചിട്ടും അല്ല ഞാൻ വ്യൂവർഷിപ്പ് കൊണ്ടുവന്നേ, മനസ്സിലായ? എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ ടോപ്പസ്റ്റ് വാച്ചിങ് 29 to 30K RPക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ലൈവില്, അതും യൂട്യൂബില്.
യൂട്യൂബിൽ കിക്കിലല്ല ഞാൻ പറയണം, യൂട്യൂബിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ആ ലൈവ്, പോയി എടുത്ത് നോക്കിയാൽ നിനക്കൊക്കെ മനസ്സിലാവും. സോളോ RP കളിച്ച് എനിക്ക് അത് മതി. അല്ലാതെ ഡെയിലി മറ്റേ നാട്ടുകാരെ തല്ലി അതെന്ന് പറഞ്ഞിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് 50,000 പേരെ ഒരു ലൈവിൽ കൊണ്ടുവരുന്നതിൽ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. മനസ്സിലായി? അപ്പൊ നീ മറ്റേ നീ തൊപ്പി RP കളിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നീ RP കളിച്ചപ്പോ കൊണ്ടുവന്ന വാച്ചിങ് നിന്റെ ഏതെങ്കിലും അണ്ണന്മാർക്കുണ്ടെങ്കിൽ അതും വെച്ച് എന്നെ കമ്പയർ ചെയ്യാൻ പാ, അന്നേരം ഞാൻ സംസാരിക്കാം. അല്ലാതെ മറ്റേ ഷെഡിക്കകത്ത് നൂഡിൽസ് ഇടുന്ന ദിവസം 50,000 പേര് കാണാൻ വന്നു, നിനക്ക് നീ ഇവിടെ ഗെയിം കളിക്കുമ്പോൾ അത്രയും പേരില്ലല്ലോ എന്ന് വന്നു എൻ്റെ അടുത്ത് പറയണതിൽ ഒരു കാര്യമില്ല. നീ അങ്ങനെയുള്ളപ്പോൾ കൊണ്ടുപോവാ, അന്നേരം ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. നീ പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യൂവിന്റെ കാര്യം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ എനിക്ക് മുകളിൽ ഈ പറയണത് പോലെ ഒരു ഇത് കൊണ്ടുണ്ട് ബോട്ട് വാച്ചിങ് അടിച്ച് തരുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ. അതും ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നീയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, അന്ന് ഞാൻ സംസാരിക്കാം. അത് നമ്മളൊക്കെ ഞാൻ TV-യൊക്കെ മുമ്പിൽ ആ TV-യുടെ ഒക്കെ ഇതിന് മുകളിൽ ഒരു നല്ല ഗ്യാങ് ആയിട്ട് കൊണ്ടുവന്നാൽ സംസാരിക്കാം. അല്ലാതെ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. നിന്റെയൊക്കെ വ്യൂ കമ്പാരിസൺ കുറച്ച് ദിവസമായിട്ട് ഞാൻ മിണ്ടായിരിക്കുക. ഇനി ഇവിടെ കാണാൻ വന്ന് ഇമ്മാര് വർത്താനം പറഞ്ഞാൽ ഇതുപോലെ അപരാധിച്ച് ഞാൻ വിടത്തേ ഉള്ളൂ. ഒരു സംശയമില്ല. പിന്നെ സിറ്റിക്കകത്ത് ഇനി ഏതെങ്കിലും അമ്പി വന്നിരുന്ന് നാളെ തൊട്ട് സിറ്റിക്കകത്ത് കയറുന്ന സമയത്ത് TV-യുടെ അടുത്ത് ഏതെങ്കിലും ഈ പറയുന്ന ഗ്യാങ്ങിലെ അമ്പി വന്നിരുന്ന് കൊണ പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് തല്ലി കെട്ടി തൂക്കി കത്തിക്കും. ഒരു സംശയമില്ല. അങ്ങനെ തന്നെയാണ് തീരുമാനം. അങ്ങനെ തന്നെയാണ് പ്ലേയേഴ്സിനോട് പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെയാണ്. സിറ്റിക്കകത്ത് കാണാൻ വന്ന് നിനക്കൊക്കെ ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കണമെന്ന് നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീ വന്നു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി തരാം. നിനക്ക് കുറച്ച് ദിവസമായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് മടുത്ത് സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് ഇത് ചെയ്യത്തില്ല, പറയാതിരിക്കാൻ വയ്യ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്, എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എടാ നിന്റെ LW ഒക്കെ നിന്റെ അച്ഛൻ്റെ അണ്ടിക്കകത്തോട്ട് കൊണ്ടിടും, ഇവിടെ ഇടാതെ. നിന്റെ LW പറച്ചിലേട്ടാ തോന്നും നിന്റെയൊക്കെയാണ് അത് കണ്ടുപിടിച്ചതെന്ന്. ഫോറിനിലുള്ള നല്ല സ്ട്രീമേഴ്സിന്റെ ഒക്കെ വായിന്ന് മത്തി എടുത്ത സാധനം ഇവിടെ കൊണ്ടുവന്ന് ഛർദ്ദിച്ചിട്ട് പറയുക അവനൊക്കെ ഉണ്ടാക്കിയതാണെന്ന്. LW തീട്ടങ്ങൾ അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത A-ക്ലാസ് തീട്ടങ്ങൾ. പറയാതിരിക്കാൻ വയ്യ. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ വേണ്ട, അതുമല്ല വെളിയിലത്തെ സ്ട്രീമേഴ്സിനെ അതേപോലെ നക്കിയെടുത്തിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് അവന്റെയൊക്കെ ക്ലെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ അവന്മാരുണ്ടാക്കിയതാണെന്നാണ്. LW ഒക്കെ നിന്റെ അച്ഛന്റെ കാലിനിടെ കൊണ്ടിട്ടാൽ മതി, എൻ്റെ അടുത്ത് ഇടണ്ട. അത് കേട്ട് നക്കി തീരുമാനം മാറ്റുന്ന മറ്റേ നട്ടലില്ലാത്തവന്മാരെ മാത്രമേ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. മറ്റേ സ്വന്തമായിട്ടൊരു തീരുമാനം, സ്വന്തമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉള്ള ആൾക്കാരെ നിനക്കൊന്നും അറിഞ്ഞുകൂടാ. നീയൊക്കെ അത് കണ്ട് വളർന്നതിന്റെ പ്രശ്നം. ഹലോ ജോക്കിക്ക് അറിയാലോ, കുറച്ച് ദിവസമായി. താങ്ക് യു സോ മച്ച്. ഫോമിലാണല്ലോ പറയണ്ടേ, ഇത് കുറച്ച് ദിവസമായില്ലേ. ഇത് നമ്മള് എന്തിനാ എടാ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാടാ, നിങ്ങൾ വേറെ ഒന്നും വേണ്ട. നിങ്ങൾ മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിക്കും. ഇത്രയും പേര് ഇവിടെ ഉണ്ട്. എടാ ഈ ഗ്യാങ് ഫോം തുടങ്ങിയിട്ട് ഇവർ ഈ MRC എന്ന് പറയുന്ന ഗ്യാങ് ഫോം ആയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഇവരുടെ അടുത്ത് ഉപദ്രവിക്കാൻ പോകല്ലേടാ, നീയൊക്കെ സിറ്റുവേഷൻ എടുക്കില്ലെന്ന് പറഞ്ഞ് നിനക്കൊക്കെ എതിരെയല്ല സംസാരിച്ചിട്ടുള്ളൂ ഗ്രൂപ്പില്. എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും MRC എടുത്ത് പോയി. ഈ ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഈ ഫ്രണ്ട്ലി അല്ലെന്ന് നമ്മൾ അനൗൺസ് ചെയ്തതിനു ശേഷം സിറ്റുവേഷൻ വന്ന എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമ്മൾ എന്തെങ്കിലും ഇവരെ ഉപദ്രവിക്കാനോ നിങ്ങൾ വന്ന് സിറ്റുവേഷൻ ആയിന്ന് പറയുമ്പോഴും ഇവിടുത്തെ കൂട്ടത്തിലുള്ള ഓരോരുത്തന്മാരെ വഴക്ക് പറഞ്ഞു വിട്ടിട്ടേ ഉള്ളൂ ഞാൻ. അതിന്റെ ഇടയ്ക്ക് ഒന്ന് പിന്നെയും വാസുബ്രോ ഫ്രസ്ട്രേറ്റ് ചെയ്ത് തൊപ്പി ബ്രോ ചാരിടുന്നവന്മാരെ ഉണ്ടെന്ന്. ബ്രോ അങ്ങനെയാണെങ്കിൽ ലൈവ് വന്ന് തന്തലാഴി പറയരുത്. ആൾക്കാർ ലൈവ് വന്നിട്ട് മൂമ്പിത്തരം പറയരുത്. ലൈവ് വന്നിട്ട് വ്യൂവേഴ്സിന്റെ കാര്യം വിട്ടോ, അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ വ്യൂവേഴ്സിനല്ല റിപ്ലൈ കൊടുത്തേ. നമ്മൾ കഴിഞ്ഞ് TV-യൊക്കെ കുനിഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വാച്ചിങ് പോയെന്ന് പറഞ്ഞ് 2-3 ദിവസമായിട്ട് കരഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ റിപ്ലൈ കൊടുത്തത്. അല്ലാതെ ഞാൻ ചാറ്റിലുള്ളവർക്കല്ല റിപ്ലൈ കൊടുത്തത്. എനിക്ക് ചാറ്റിലുള്ളവർക്ക് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവരുടെയൊക്കെ കൂടെ പോയി VC പോയിരുന്ന് സംസാരിച്ച ആളാ. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇവരെയൊന്നും കൺസിഡർ ചെയ്തതിന്റെ വിഷമത്തിന്റെ പുറത്താണ് ഞാനിത് പറയണേ. നമുക്ക് കുനിഞ്ഞേരാരും പറഞ്ഞോ? എനിക്ക് കുനിഞ്ഞേരണ്ട. എന്തിനാ എനിക്ക് കുനിഞ്ഞേരുന്നേ? എനിക്കെന്തിനാ കുനിഞ്ഞേരണേ? അതാണ് എന്റെ ചോദ്യം. ഇവര് ലൈവ് പറയണ ഇങ്ങനെയാണ്, എനിക്ക് കുനിഞ്ഞേരുന്നത്. ഇവർക്ക് കുനിഞ്ഞു കൊടുത്തോണ്ടാണ് നമ്മുടെ വ്യൂവേഴ്സ് പോയെന്നൊക്കെയാണ് പറയണത്. നോക്കി എനിക്കെന്തിനാ കുനിഞ്ഞേറണേ? ഞാൻ കൊണ്ടുവരൊന്നുമല്ല. കുനിഞ്ഞു വന്നിട്ട് എന്തിനാ? കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെ കേട്ടോണ്ടിരിക്കുക. ഇത് തന്നെ ലൂപ്പായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെ കേട്ടോണ്ടിരിക്കുക. ഇത് തന്നെ ലൂപ്പായിട്ട്
ഞാൻ ആദ്യമേ അവരുടെ അടുത്ത് അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സാധനം ഫ്രണ്ട്ലി ഒന്നും വേണ്ട, സിറ്റുവേഷൻ വരുമ്പോൾ സിറ്റുവേഷൻ ആവട്ടെ, അങ്ങനെ അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ. ഇത് എനിക്ക് ഉറപ്പാണ് ഈ ഫുൾ ലൈവ് കാണാതെ ഞാൻ ഈ പറഞ്ഞതിന്റെ ഓരോ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ഈഗിൾ ഗെയിമിംഗ് MRC പറ്റി പറഞ്ഞത് കേട്ടാൽ നിങ്ങളുടെ സാമാനം പൊട്ടിത്തെറിക്കും. ഇതൊക്കെയാണ് നാളെ വരാൻ പോണത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് പണ്ടും ഇന്നും അന്നും എപ്പോഴും അങ്ങനത്തെ ഒരു പേടിയില്ല. അങ്ങനത്തെ ഒരു പേടിയേ എനിക്കില്ല. അതെന്നെ ഇത് കണ്ടാൽ എനിക്ക് അറിയാം. എന്റെ ലൈവ് കാണുന്നവർക്ക് എന്തായാലും അറിയാം. എനിക്ക് അങ്ങനത്തെ ഒരു പേടിയുള്ളൊരു കൂട്ടത്തിലല്ല ഞാൻ. ആരുടെ പറയാനുള്ള കാര്യം ഞാൻ പറയും. അതിനി നമ്മളെക്കാളും മുകളിൽ വാച്ചിങ് ഉള്ളവരോ താഴെ വാച്ചിങ് ഉള്ളവരോ അങ്ങനൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും നോക്കാറില്ല. ഇതെന്താ പറഞ്ഞേ? എനിക്ക് മനസ്സിലാവും. ബട്ട് ഒരു ഹാപ്പിനെസ് എന്നോട് പറയാൻ വിചാരിക്കുമായിരുന്നു. നാട്ടിലോട്ട് വരെ സെറ്റായി. ഹാരിസ് എന്റെ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 500. നാട്ടിലോട്ട് പോയോ? നൈസ്. അല്ലാതെ തന്നെ സ്വീഡനെ കോപ്പി അടിച്ച് ഇല്ല ബ്രോ, ഞാൻ അതൊന്നും പറയുന്നില്ല. ഇവിടെ വന്ന് ഓരോരുത്തന്മാര് മറ്റേ എന്റെ വ്യൂവർഷിപ്പ് കമ്പാരിസനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ എല്ലാം ഒന്നും പറയണില്ല. ഞാൻ സ്വീഡന്റെ കോപ്പി അതൊക്കെ പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ല നമ്മളെ മറ്റേ ഇത് ചെയ്ത് അങ്ങ് മൂഞ്ചിക്കണ ഇതായതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ. അയ്യോ അതല്ല, തൊപ്പിയെ ഡ്രാഗ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയേണ്ടടുത്ത് പറഞ്ഞാൽ പോരെ. അതിൽ തൊപ്പിയെ ഡ്രാഗ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, അപ്പം ഞാനിപ്പോ എക്സാമ്പിൾ പറയാം. എന്റെ അടുത്ത് വന്നിട്ട് തൊപ്പി അപ്പൊ ഇതിനകത്ത് ഇല്ലെങ്കിൽ പിന്നെ വാച്ചിങ് കുണ്ണയും പൊക്കി എന്തിനാണ് വന്നത് ഇങ്ങോട്ട്? നിനക്കെന്നാ മറ്റവന്റെ വാച്ചിങ് കൊണ്ട് വന്നാ പോരായിരുന്നോ? നീ എന്തിനാ തൊപ്പിയുടെ വാച്ചിങ് കൊണ്ട് എന്റെ ചാറ്റിലോട്ട് വന്നേ? എടാ കുഞ്ഞ, അതെന്റെ ചോദ്യം. നീ തൊപ്പിക്ക് 50,000 50,000 K ഉണ്ടായിരുന്നു പറഞ്ഞ എന്നാ കുഞ്ഞൊക്കെ അതും പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് ചാറ്റിലോട്ട് വന്നേ? അത് പറഞ്ഞപ്പോഴല്ലേ ഞാൻ അവനെ പറഞ്ഞേ. ഞാൻ അതുവരെ അവനെ വല്ലതും പറഞ്ഞോ? അതുവരെ ഞാൻ ഈ പറഞ്ഞ മറ്റേ ലീഡറിനെ കോലീഡറിന്റെ കാര്യമല്ല പറഞ്ഞേ. നീ സാമാനം പൊക്കി അവന് തൊപ്പിക്ക് 50,000 ഉണ്ടായിരുന്നു, 60,000 ഉണ്ടായിരുന്നു, 70,000 ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നീ ചാറ്റിലോട്ട് വന്നിട്ടപ്പോഴല്ലേ ഞാൻ അവനെ പറഞ്ഞേ. എന്നാ പറയാ നീ അതുകൊണ്ട് വന്നത്? അതുകൊണ്ടല്ല അന്നേരം അങ്ങനെ പറഞ്ഞേ. എനിക്കല്ലാതെ അവനെ ഒന്നും വിളിച്ചിടേണ്ട ആവശ്യമൊന്നും ഇല്ല എനിക്ക്. അത് വ്യൂസ് അല്ലേ വേണ്ടായിരുന്നു, അതൊരു കോൺട്രവേഴ്സി ആക്കണ്ടായിരുന്നു. എടാ ഇവർക്ക് കുറച്ച് പേർക്ക് എനിക്ക് തോന്നുന്ന ഞാൻ കാര്യം പറയാം. കുറച്ച് ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇവന്മാരെന്ന് പറഞ്ഞാൽ ഈ ചെവി ഇരിക്കുന്നത് ചന്തിയുടെ സൈഡിലാണ്, മനസ്സിലായോ? ബ്രെയിൻ ഇരിക്കുന്നത് ഇടത്തെ ചന്തിയുടെ സൈഡില്. അങ്ങനെ കുറെ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് ഇവർക്ക്. നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും നമ്മൾ എത്രയൊക്കെ ബോധിപ്പിച്ചാലും ഇനി എന്തൊക്കെ കാണിച്ചാലും ഇവരുടെ തലയിൽ കയറാൻ പോകണില്ല. ഇവരുടെ തലയിൽ ഒരിക്കലും അത് കയറാൻ പോകുന്നില്ല, മനസ്സിലായോ? നിനക്കൊക്കെ ഇനി എന്ത് ഫ്രസ്ട്രേഷൻ എന്ത് വേണേ പറഞ്ഞുതരാം. എനിക്ക് പറയാനുള്ള കാര്യം, എന്റെ കുറച്ച് ദിവസമായിട്ട് എന്തുവാ പറഞ്ഞേ? ലൈവില് തന്തയ്ക്ക് വിളിച്ചതിനെ ഞാൻ ആ ക്ലിപ്പ് കാണുമ്പോ അവന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിക്കും. അത് അടുത്ത ദിവസം ക്ലിപ്പ് വരട്ടെ. ക്ലിപ്പ് എന്റെ കിട്ടുമ്പോ ഞാൻ അവന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിച്ചോളാം, കുഴപ്പമില്ല ബ്രോ. ഇപ്പൊ എനിക്ക് അറിയാത്തൊരു കാര്യത്തിൽ ഞാൻ അവനെ എങ്ങനെ തന്തയ്ക്ക് വിളിക്കുന്നത്? അപ്പൊ എനിക്ക് അറിഞ്ഞൂടല്ലോ അവനത് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ പറഞ്ഞു കഴിയുമ്പോ നമുക്ക് പോയിട്ട് തന്തയ്ക്ക് വിളിക്കാം അവനെ. ആ ക്ലിപ്പ് കാണുമ്പോ അവന്റെ തന്തയുടെ തന്തയ്ക്ക് ഞാൻ വിളിക്കാമല്ലോ. അത് നമുക്ക് സെറ്റാക്കാം. എന്തൊക്കെ ആൾക്കാരാണോ ദൈവമേ. അല്ല, ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോടാ, നിങ്ങൾ ഈ TVയെ MRC ഇഷ്യൂവിന് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ എഫേർട്ട് എടുക്കുന്നില്ലേ? എന്റെ ചാറ്റിൽ വരുന്നു, അവരുടെ ചാറ്റിൽ വരുന്നു. നിങ്ങൾ പോയി ആ ലീഡറിന്റെ കോലീഡറിന്റെ അടിയൊന്ന് സോൾവ് ചെയ്തിട്ട് വരാമോ നിങ്ങളുടെ ഗ്യാങ്ങിന്റെ? അതാവുമ്പോ ആ രണ്ട് ഗ്യാങ്ങിലുള്ള ഇപ്പൊ ലീഡറിന്റെ ഓഡിയൻസിനും ലീഡറിന്റെ ഓഡിയൻസിനോട് ഒരുമിച്ച് എന്നെ ഒന്ന് ചന്തക്ക് വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരുപോലെ ടൈം കിട്ടും. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തിട്ട് വരാമോ? ഞാൻ ടൈം എടുത്ത് 2 ദിവസം വേണേ ലൈവ് ഇടായിരിക്കാം.
നിങ്ങൾ അതൊന്ന് സോൾവ് ചെയ്തിട്ട് ഒരുമിച്ച് വന്ന് നമുക്കൊരു സൈബർ അറ്റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വല്ലതും ചെയ്യാം. കുറെ കഴിവില്ലാത്ത ആണുങ്ങള് പറയാതിരിക്കാൻ വയ്യ. എന്താണല്ല പേര് സിറ്റിയിൽ എന്തായിരുന്നു? സിറ്റി വർക്കിംഗ് ആണോ സിറ്റി? അണ്ണാ സിറ്റിയിലെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം അണ്ണാ. അമ്പിന്ന് വിളിച്ചു കഴിഞ്ഞാൽ തന്തയ്ക്ക് വിളിക്കും അണ്ണാ. ഇപ്പൊ അങ്ങനെയാണ്. അമ്പിന്ന് വിളിച്ചാൽ തന്തയ്ക്ക് വിളിക്കുക. അമ്പിന്ന് വിളിച്ചാൽ തന്തയ്ക്ക് വിളിക്കും ഇപ്പൊ. അന്നാ അവന് ഇനി നമ്മള് ആരാണോ പറഞ്ഞ അവന് അമ്പി എന്നാണ് അവന്റെ പേര്. നമ്മള് ഇങ്ങനെ പറയാം. അവനിനി അമ്പി തന്നെ വിളിച്ചാൽ മതി. അവനെ അമ്പി തന്നെ വിളിച്ചാൽ മതി. അമ്പിക്കണ്ണൻ അങ്ങനെ വിളിച്ചാൽ മതി. അവന്മാർക്ക് എന്തൊക്കെ വിളിക്കാം, അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ വിളിച്ചാൽ പോരെ? സത്യം. അവന് അല്ലേ? ഇല്ല കത്തിട്ടില്ല. ഞാൻ കത്തി. നിന്റെ ഇഷ്യൂ. എന്തൊക്കെയാണോ നടക്കുന്നത്? അയ്യോ, നാളെ IPL ആണോ പോകുന്നുണ്ടോടാ? ജോക്കി, എനിക്ക് BCCIയുടെ മറ്റേ ഇത് കിട്ടിയായിരുന്നു. ഡയറക്റ്റ് ഇൻവൈറ്റ്. BCCIയും യൂട്യൂബിന്റെയും കൊളാബ്. പോകുന്നുണ്ടോ? BCCക്കാര് എനിക്ക് മറ്റേ VIP സീറ്റ് തന്നിട്ടുണ്ട്. മറ്റേ ഇതിന്റെ യൂട്യൂബിന്റെ കൊളാബ്. എടാ പിന്നെ ഗബ്രിയെടുത്ത് പറഞ്ഞിട്ട് നാളെ വേണേ കോഹ്ലിന്ന് കാണാമല്ലോ. അത് ശരിയാട്ടോ. ഇല്ല ജോക്കി, കോഹ്ലിയൊന്നും നാളെ ഗബ്രിക്ക് കാണാൻ പറ്റുന്ന ചാൻസ് ആയിരിക്കത്തില്ല. നാളെ ഭയങ്കര തിരക്കായിരിക്കും ജോക്കി. ഫസ്റ്റ് മാച്ച് അല്ലേ ഇനോഗ്രേഷൻ? ഫസ്റ്റ് മാച്ചാ നാളെ. ഫസ്റ്റ് മാച്ചാ കേസ് നാളെ. എടാ വിഷയം, ഞാൻ ചിലപ്പോഴേ പോകത്തുള്ളൂ ജോക്കി. എനിക്കും ഉണ്ട്. പോയിട്ട് വേടാ. നോക്കട്ടെ.